നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോഴത്തേക്ക് ഷെൽഫിലൊക്കെ ഇഷ്ടംപോലെ കാണാം ഗ്രനോള അല്ലെങ്കിൽ മ്യൂസ്ലി ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഒത്തിരിയും പേർക്ക് സമയമില്ലാതൊക്കെ വരുമ്പോൾ എല്ലാവരും ഓരോ പാക്കറ്റിനകത്ത് വാങ്ങിക്കാറുണ്ട്. ഈസി ആയിട്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാവുന്നതാണ് ഗ്രനോളയും മ്യൂസ്ലിയൊക്കെ. അപ്പം മ്യൂസ്ലി നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം അതിനകത്ത് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സീഡ്സ് ചേർക്കണം എന്നുള്ളത്. കൂടാതെ അതിൻ്റെ അളവ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. പിന്നെ അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. ഓട്സ് നമുക്ക് പല ടൈപ്പ് ഓട്സ് കിട്ടും. ഇൻസ്റ്റൻറ്റ് ഓട്സ് കിട്ടും, അല്ലെങ്കിൽ ഇതേപോലത്തെ റോൾഡ് ഓട്സ് കിട്ടും, സ്റ്റീൽ കട്ട് ഓട്സ് കിട്ടും. ഞാൻ ഉപയോഗിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. ഇത് 2 കപ്പ്. മ്യൂസ്ലി ഉണ്ടാക്കുവാണെങ്കിലും ഗ്രനോള ഉണ്ടാക്കുമ്പോഴും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ്. ഓട്സ് ഞാനിപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് വാൾനട്ട്സ്. വാൾനട്ട്സ് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. ഞാൻ ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 1/4 കപ്പ്. എല്ലാം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിൽ അളന്നിട്ടാണ് ഞാൻ പറയുന്നത്. അതേപോലെ ആമണ്ട്സ് അല്ലെങ്കിൽ ബദാം, അത് ഇതുപോലെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ചോപ്പ് ചെയ്തിട്ട് വേണേൽ ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഹോളായിട്ട് ചേർക്കാം. കാഷ്യൂ നട്ട്സ് ഇതേപോലെ 1/4 കപ്പ് തന്നെ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡ്രൈഡ് നട്ട്സുകൾ ഇതൊക്കെ ചേർത്തു. നട്ട്സ് ചേർത്തത് ആമണ്ട്സ് ചേർത്തു, വാൾനട്ട്സ് ചേർത്തു, കാഷ്യൂ നട്ട് ചേർത്തു. നമുക്കത് കൂടാതെ ഹേസൽ നട്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പിസ്റ്റാഷ്യൂസ് ഒക്കെ നമുക്ക് ചേർക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് സീഡുകളാണ്. ഇത് സൺഫ്ലവർ സീഡ്സ് ആണ്. സൺഫ്ലവർ സീഡ്സ് ഞാൻ എടുത്തേക്കുന്നത് 1/8 കപ്പ്, 1/4 കപ്പിൻ്റെ പകുതി, 1/8 കപ്പ്. ഇതെല്ലാം പ്രോട്ടീൻ റിച്ച് ആണല്ലോ. സീഡ്സ് ഒക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, കൂടാതെ പ്രോട്ടീൻ റിച്ചുമാണ്. ഇത് മെലൺ സീഡ്സ് ആണ്. മെലൺ സീഡ്സും 1/8 കപ്പ്, 1/4 കപ്പിൻ്റെ പകുതി. ഇത് പംകിൻ സീഡ്സ്. ഇതെല്ലാം നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടും. പംകിൻ സീഡ്സും 1/8 കപ്പ്. സീഡുകളെല്ലാം ഞാൻ 1/8 ഈച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സീഡ് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാം. എള്ള് ചേർക്കാം, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കാം, ചിയ സീഡ്സ് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പ് ഇടാം, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് സിനമണിൻ്റെ പൗഡറിൻ്റെ സിനമൺ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ സിനമൺ പൗഡർ വേണമെങ്കിൽ അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാൻ സിനമൺ ചേർക്കുന്നില്ല. ഹണി ചേർക്കാൻ പോവാണ്. ഒരു 1/4 കപ്പ് നിറച്ച് ഹണി എടുത്തിട്ടുണ്ട്. ഹണീനകത്തേക്ക് ചേർക്കാം. ഹണിക്ക് പകരം മേപ്പിൾ സിറപ്പ് ചേർക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഗ്രനോള ഇച്ചിരി സ്വീറ്റൻ്റ് ആയിരിക്കും, ചെറുതായിട്ട് മധുരം ചേർത്താണ് നമ്മൾ ഗ്രനോള ഉണ്ടാക്കുന്നത്. ഇത് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിസേർട്ടിനുള്ള ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു ഹെൽത്തിയർ ഓപ്ഷനാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ സ്നാക്കായിട്ട് എടുക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ബിസ്ക്കറ്റ്സിന് കൊടുത്തു വിടുന്നതിന് പകരം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഗ്രനോള. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഏത് ഓയിൽ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ മെൽറ്റഡ് ബട്ടറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി റോസ്റ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ട്. ക്രാൻബെറി, ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. അതൊക്കെ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ചേർക്കുക. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത എല്ലാ സീഡ്സും നട്ട്സും ഓട്സും കൂടാണ് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കുക. ബേക്കിംഗ് ട്രേയിൽ ഞാനൊരു പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്. പാച്ച്മെൻറ്റ് പേപ്പറോ ബട്ടർ പേപ്പറോ ഇടുക, അല്ല ഡയറക്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്യുക. ഇതെല്ലാം ഇതേപോലെ ഇങ്ങനെ നിരത്തിയിടുക. അതിനുശേഷം 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യുക. 25 തൊട്ട് 30 മിനിറ്റ് സമയം എടുക്കും. ഓരോ 8 മിനിറ്റ് കൂടുമ്പോഴും ഇടവിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ എല്ലാവരും ഈവനായിട്ട് ബ്രൗൺ ആവണം, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണം. ഈ നട്ട്സ് എല്ലാം ക്രിസ്പ് ആവണം. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം.
നമ്മൾ അവധിയിൽ നിന്ന് എടുത്തു. എൻ്റെ അവനിൽ 170 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ടൈമാണ് എടുത്തത്. 20-25 മിനിറ്റ്സ്, ചില സമയം 30 മിനിറ്റ്സ് ഒക്കെ എടുക്കാം. എപ്പോഴും എൻ്റെ പരുവം നോക്കുക, ഒരു ബ്രൗൺ കളറാവും, പിന്നെ ഈ നട്ട്സ് എല്ലാം നല്ല ക്രിസ്പാവും. അതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു കളറിൽ കിട്ടുക. അത് ഹണിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കാരമൽ ഒരു ചെറിയ ടെക്സ്ചർ കിട്ടുക. നല്ല ക്രിസ്പാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർക്കാം, ഡ്രൈഡ് ഫ്രൂട്ട്സുകൾ ചേർക്കാം. ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് ക്രാൻബെറി. ക്രാൻബെറിയുമ്പോൾ ചെറിയൊരു പുളിയുണ്ട്, ചെറിയൊരു മധുരമുണ്ട്. 1/3 കപ്പ് റേസിൻസ് കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഈ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഇപ്പോൾ നന്നായിട്ട് കൂളായിട്ടാണ് ഇരിക്കുന്നത്. അവനിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. ഇനി ഇത് ബോട്ടിലാക്കാം. അപ്പം നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ഗ്രനോള. അപ്പം നമ്മൾ ഈ അളവിൽ ഉണ്ടാക്കിയത് ഒരു 500 ഗ്രാംസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സാധാരണ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 350 ഗ്രാംസിൻ്റെ ഒക്കെ ഒരു പാക്കറ്റാണ് സാധാരണ ഗ്രനോള വരിക. ഈ അളവിൽ നമുക്ക് 1/2 കിലോ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാം. അകത്ത് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് മാസങ്ങൾ കേടുകൂടാണ്ട് ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് തണുത്ത പാലിനോട് നല്ലൊരു കോമ്പിനേഷനാണ് ഗ്രനോളയും. ഈ ഗ്രനോളയുടെ ഒരു 1/2 കപ്പ് എടുക്കുക, അതിലേക്ക് ചിൽഡ് മിൽക്ക് ഒഴിച്ച് അങ്ങനെ സെർവ് ചെയ്യാൻ നല്ലതാണ്. അതുകൂടാതെ സ്നാക്കായിട്ട് സെർവ് ചെയ്യാനും നല്ല. നമ്മൾ ബിസ്ക്കറ്റ്സ് ഒക്കെ ഇടയ്ക്ക് കഴിക്കുന്നതിന് പകരം ഇത് സ്നാക്ക് ചെയ്യാനായിട്ട് ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ ട്രാവൽ ചെയ്യുമ്പോൾ കയ്യിലെടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. ഹോസ്റ്റലിൽ കൊടുത്തുവിടാൻ നല്ലതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷനാണ് ഗ്രനോള. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.